ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. നല്ല മഴയുള്ള ഒരു സമയത്ത് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഇത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഓയിൽ ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ ടീസ്പൂൺ വെച്ചിട്ട് റെഡിയാക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണ്ട. അപ്പോൾ ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കിയതിന് ശേഷം കുഴച്ചെടുക്കുകയാണെങ്കിൽ കയ്യിൽ വെള്ളാണ്ട് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ 1 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എടുത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനിത് കൈ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ പാകത്തിനാണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് കുഴച്ച് നോക്കുക വെള്ളം നമുക്ക് എത്ര വേണം എന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഞാനിതൊന്ന് കുഴച്ചെടുക്കുകയാണ്. ആകെ 1 കപ്പ് പൊടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടിട്ട് നമുക്ക് വേഗത്തിൽ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 5 മിനിറ്റ് മാത്രം നമ്മളിതൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടിയിൽ ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേലെയും ഓയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പം നമ്മൾ ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടൈം മാത്രം മതി നമുക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. ചൂടായ പാത്രത്തിലേക്ക് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു 2 മീഡിയം സൈസുള്ള സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ഒരു ടൈം മാത്രം നമുക്കതൊന്ന് മൂടി വെച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു സവാള നമുക്ക് നന്നായിട്ട് തന്നെ വേവായിട്ട് കിട്ടണം. അപ്പോൾ ഇതാ സവാള നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിന് ഞാൻ ഇതിലേക്ക് 2 ചെറിയ തക്കാളി കേട്ടോ, പഴുത്തിട്ടുള്ള 2 ചെറിയ തക്കാളി കുഞ്ഞാക്കിയിട്ട് കട്ടാക്കിയതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാൻ ഇതൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ ഈ തക്കാളി നമുക്ക് നന്നായിട്ട് വേവായിട്ട് കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വേവായിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി നന്നായി വേവായതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ്. പേസ്റ്റ് എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫില്ലിങ് ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടൊന്നും ചെയ്തെടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്താണോ അത് മാത്രം വെച്ചിട്ടാണ് നമ്മളിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറും വരെ ഒന്ന് അടച്ചു കൊടുക്കുക. 1 മിനിറ്റ് നമുക്കതൊന്ന് റെഡി ആയാൽ ഒന്ന് തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇപ്പം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം കറിവേപ്പിൻ്റെ ഇല ഉണക്കി പൊടിച്ചെടുത്തതാണ് അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിവേപ്പിൻ്റെ ഇല ഉണക്കി പൊടിച്ചത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടിട്ട് ഞാനതൊന്ന് ചേർത്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, കറിവേപ്പിൻ്റെ ഇല മാത്രം അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ കറിവേപ്പിൻ്റെ ഇല ഉണക്കി പൊടിച്ചത് ഇതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു കോഴിമുട്ട പുഴുങ്ങിയത് ഒന്ന് എന്താ പറയുക ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ലാസ്റ്റ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈസി ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിൻ്റെ ശേഷം നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഒരു കുറച്ച് ടൈം നമ്മളിത് വെച്ചിട്ടുള്ളൂ, എന്നാൽ പോലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. രണ്ട് വലിയൊരു സ്നാക്സാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് മൈദ വെച്ചിട്ട് ഞാൻ 4 ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചൊരു മൈദ തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ബോൾസ് ഉണ്ടല്ലോ, അപ്പോൾ ആദ്യം അത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കുക. എന്നിട്ട് പൊടിയിൽ നമ്മുടെ മൈദപ്പൊടിയിൽ തന്നെ കേട്ടോ അതിലൊന്ന് എന്താ പറയുക ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ വേഗത്തിൽ തന്നെ നമുക്ക് ഇതൊന്ന് പരന്നിട്ട് കിട്ടും. അപ്പം നമ്മൾ ഓർഡറിലൊന്നും പരത്തിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊരു പാത്രം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലൊരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം കത്തി വെച്ചിട്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് ഒഴിവാക്കുകയാണ്. അതിനിപ്പോൾ ഈ ഒരു പാത്രം ഞാനൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ദാ നല്ല സൈഡത്തൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാ നല്ല റെഡി ആയിട്ടുണ്ട്, നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി കൂടി ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ കുറച്ചധികം വലിപ്പത്തിലുള്ള ഓരോരോ പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ അതിൽ നിന്നൊരു പത്തിരി എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു പലകയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൽ നിന്ന് ഒരു പകുതി ഫില്ലിങ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ ഫില്ലിങ് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് വേറൊരു പത്തിരി ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്നിട്ട് ഇതുപോലൊരു ഡിസൈനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈഡിൽ. അപ്പോൾ ഒരു വിരൽ വെച്ചിട്ട് നമ്മളൊന്ന് അമർത്തി പിടിച്ചതിന് ശേഷം വലത് കൈയിൻ്റെ വിരൽ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ദാ ഞാൻ ശരിക്കൊന്ന് കാണിച്ചു തരാം. ഈ ഒരു വിരൽ വെച്ചിട്ട് ഉള്ളിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം മറ്റേ കൈയിൻ്റെ വിരൽ വെച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബാക്കി കൂടി ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. മറ്റതും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഞാനൊരു സ്നാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലാണെങ്കിലും വെളിച്ചെണ്ണയാണ് ഏത് വേണോ ഉപയോഗിക്കട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ സൈഡിൽ നിന്ന് നല്ല ചൂടായ വെളിച്ചെണ്ണ ഇതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഒന്ന് തെറിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു സ്നാക്സ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്പാച്ചിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേഗത്തിൽ നമുക്ക് റെഡിയായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അടിഭാഗം ഒന്നുകൂടി ഒന്ന് റെഡിയായി കിട്ടിയാൽ നമുക്ക് ഈ ഒരു സ്നാക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്നും ഒന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ തീരെയും എണ്ണയൊന്നും കുടിക്കാത്ത ഒരു നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലുള്ള വർക്കൊക്കെ അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മറ്റേ സ്നാക്ക് കൂടി റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ 2 സ്നാക്സും റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും വലിയ സ്നാക്സ് ആയത് കൊണ്ടിട്ട് ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ടാക്കിയാൽ ഒരു സ്നാക്സ് വെച്ചിട്ട് 4ആയിട്ട് നമുക്ക് കട്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഒരു സ്നാക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് കാണിക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്സ് ഇരിക്കുന്നത് കേട്ടോ. ഉൾഭാഗം സോഫ്റ്റുമാണ്. നമ്മുടെ ഈ ഒരു പപ്സ് ഒക്കെ കഴിക്കുന്ന അതേ ഒരു ടെക്സ്ചറിലുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഉള്ളിലുള്ള നമ്മുടെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ,
അപ്പോൾ ആ ഒരു ഫില്ലിങ് നമുക്ക് നല്ല ഭംഗിയായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ മുട്ട ചേർക്കാനില്ലെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കാം. അതല്ല ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സൂപ്പർ സ്നാക്സ് തന്നെയാണിത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം സപ്പോർട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ.